വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ്, നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അവർക്ക് നിങ്ങളോട് ഈ സമയം തോന്നുന്ന ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. ഇതൊരു പൈൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 2 പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതിലേതാണോ നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ്ലി നിങ്ങളുമായിട്ടൊരു കണക്ഷൻ തോന്നുന്നത് അത് ചൂസ് ചെയ്യുക. റീഡിംഗ് കാണാം. ഇത് ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്ങിലോട്ട് പോവാം. 8 of Cups, Emperor, 2 of Swords, 7 of Swords, World, Temperance, Hermit, Ace of Swords, Nine of Swords, Queen of Pentacles, 8 of Pentacles, 10 of Pentacles, Nine of Cups, Sun. ബോട്ടം ഓഫ് ദ ഡെക്ക് 5 ഓഫ് വോൺസ് ആണ് വന്നിട്ടുള്ളത്. പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്നാണ് നോക്കുന്നത്. ഇവർ നിങ്ങളിൽ നിന്നും ഇപ്പോൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അവനവൻ വരച്ച വരയിൽ നിൽക്കണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ആളാണ്. ഒട്ടും നിങ്ങൾക്ക് വിട്ടു തരാത്ത, ഒരു കാര്യത്തിലും നിങ്ങൾക്ക് താഴ്ന്നു തരാത്ത ഒരു തരം ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ വ്യക്തിൻ്റെ ക്യാരക്ടർ തന്നെ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷെ ആ സ്നേഹം എന്ന് പറയുന്നത് ഇവർക്ക് നിങ്ങളുടെ അടുത്ത് നിന്നും ഒരു പ്രയോറിറ്റി വേണം എന്നുള്ളത്. അതായത് ഇവർ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കാര്യം പോലും ഉണ്ടാകൂ എന്നുള്ള, അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളൊരു കൺട്രോളിംഗ് ഒക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിൻ്റെ ക്യാരക്ടർ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇവർക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഇവരെ ഭാഗത്ത് നിന്ന് മാത്രമാണ് എല്ലാം ചിന്തിക്കുന്നത്. ഇവരുടെ സൈഡ് മാത്രമേ ഇവർ കാണുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു മനസ്സുണ്ടെന്നോ അതല്ലെങ്കിൽ നിങ്ങൾക്കും ഒരു തീരുമാനമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിന് കെയർ ചെയ്യണം, അങ്ങനെയുള്ള ഒരു ചിന്തയില്ല. എല്ലാറ്റിനും ഇവർക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കണം, ഇവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള ഇത് മാത്രമാണ് ഈ വ്യക്തിക്ക് കാണിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ അടുത്ത് നിന്നും അങ്ങനെ ഒരു ഇത് ഈ വ്യക്തിക്ക് കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിന് കുറച്ച് നിങ്ങളൊരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്ന ആളായിട്ടാണ് കാണുന്നത്. അത് ഈ വ്യക്തിക്ക് ഒട്ടും പറ്റുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് ഇപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ബോട്ടം ഓഫ് ദ ഡെക്ക് 5 ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു രീതിയിൽ വഴക്കിട്ട് പിരിഞ്ഞതായിട്ട് തന്നെയാണ് മനസ്സിലാവുന്നത്. ഇതിൽ ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരിൽ സ്മൂത്ത് ഗോയിങ് പോകുന്ന ആരെയും ഇവിടെ കാണാൻ പറ്റുന്നില്ല. 100% ഇവിടെ വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിച്ച ആൾക്കാരെയാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ നോ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരെയാണ് കാണുന്നത്. എന്തൊക്കെയോ റിലേഷൻഷിപ്പിൽ പ്രശ്നം അനുഭവിക്കുന്ന ആൾക്കാരെയാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നല്ല രീതിക്ക് പോകുന്ന ആരും ഈ ഒരു കാർഡിൽ കാണുന്നില്ല. ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ഒരു വ്യക്തിൻ്റെ മനസ്സിൽ ഇപ്പോൾ സംഭവിക്കുന്നത് നിങ്ങളെന്തോ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു തോന്നലാണ്. മേ ബി ഈ വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും തരാതെ നിങ്ങളിൽ നിന്നും അകന്നു പോയത്. പക്ഷേ ഇവർ സ്വയം വിചാരിക്കുന്നത് ഇവർക്ക് ഇവരുടെ തെറ്റൊന്നും മനസ്സിലാവുന്നില്ല. ഇവർക്ക് ഇവരുടെ തെറ്റ് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇവരെല്ലാം കൂടി നിങ്ങളുടെ മേലെ ആണ് അത് കാണുന്നത്. നിങ്ങളെന്തോ തെറ്റ് ചെയ്ത പോലെയാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ കാരണം ഇവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണോ വേണ്ടയോ, എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ഒരു ഐഡിയയും ഇല്ല. വിട്ടു പോകാനും കംപ്ലീറ്റ് ആയിട്ട് പറ്റുന്നില്ല, എന്നാലൊട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരാനും കംപ്ലീറ്റ് ആയിട്ട് ഈ വ്യക്തിക്ക് പറ്റുന്നില്ല. ബാലൻസ് നടക്കുന്നില്ല അവിടെ. എന്നാലും ഇവരുടെ ഉള്ളിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവാത്ത ഒരിതുണ്ട്. പക്ഷെ നിങ്ങളെന്തോ ചീറ്റ്
ചെയ്തതെന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഇവരിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വലിയ പ്രയോറിറ്റി ഒന്നും തരാത്തതും അതുകൊണ്ടാണ്. പക്ഷേ ഇതൊക്കെ പുറമേ കാണിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു വിഷാണ് നിങ്ങൾ എന്ന് പറയുന്നത്. ആ വിഷ് ഇവർക്ക് ഇവർ വിചാരിക്കുന്നത് പോലെ നിങ്ങളെ അവർക്ക് ഏതെങ്കിലും രീതിയിൽ കിട്ടുന്നുണ്ടാവില്ല. മീൻസ് ഇവർ പറയുന്നതൊന്നും നിങ്ങൾ ഒരു മുഖവരിക്ക് എടുക്കുന്നുണ്ടാവില്ല, അതല്ലെങ്കിൽ സില്ലി ആയിട്ട് വിടുന്നുണ്ടാവാം. അങ്ങനെയൊക്കെ ഒരു തോന്നലാണ് ഇവർക്ക് വേണ്ട പ്രയോറിറ്റി നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ. പിന്നെ ഈ വ്യക്തിക്കുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതല്ലെങ്കിൽ ഈ വ്യക്തി മാരീഡ് ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ ആ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു മാറ്റർ അവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി കാണുന്നത് ഫാമിലി ആയിട്ടാണ് കാണുന്നത്. മറ്റ് ഫിനാൻഷ്യൽ ഇഷ്യൂസോ അതല്ലെങ്കിൽ മറ്റൊരു ലവറോ ആയിട്ടല്ല കാണുന്നത്. ഫാമിലിയാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഫാമിലി ഉള്ളത് കൊണ്ടാണ് തടസ്സമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നലും കൂടിയുണ്ട്. ഈ വ്യക്തി ഇതിൽ ഇഫേർട്ട് ഇട്ടിട്ടും കാര്യമില്ല, പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്നുമില്ല. അവരുടെ ഒരു വിഷാണ് നിങ്ങൾ. പക്ഷേ ആ വിഷാണെങ്കിലും ഇവർ അതിനോട്ട് ഒരു ഇഫേർട്ട് ഇടാൻ തയ്യാറല്ല. മാത്രമല്ല ഇവർക്ക് തോന്നലുണ്ട് ഇവരൊന്നും ചെയ്തില്ലെങ്കിൽ പോലും എപ്പോഴെങ്കിലും ഈ ഒരു റിലേഷനിൽ എന്തെങ്കിലും നല്ല കാര്യം സംഭവിക്കുന്നുള്ളത്, ഇവരാഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല കാര്യം. പിന്നെ ഇവരെപ്പോഴും ഇവിടെ വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ഇവർക്ക് പോലും മനസ്സിലാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരായിട്ട് പ്രത്യേകിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും താല്പര്യമില്ലാത്ത പോലെയാണ് നിൽക്കുന്നത്. പക്ഷെ ഉള്ളിൽ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ എന്തോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല കാര്യം സംഭവിക്കുന്നുള്ളതിൽ ആ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവർക്ക് നിങ്ങളുടെ മേലെ അധികാരമാണ് വേണ്ടത്. ആ ഒരു അധികാരം കിട്ടാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരിക്കും ഇവർ കാണിക്കുന്നത്. ഫുൾ ഇവരുടെ കൺട്രോളിൽ നിങ്ങൾ വരണം എന്നുള്ളത്. ഇവിടെ സ്നേഹം കാണിക്കുന്നുണ്ട്, പക്ഷേ സ്നേഹത്തേക്കാൾ ഉപരി ഇവരുടെ ഒരു ഈഗോ ആണ് മുന്നിട്ട് നിൽക്കുന്നതായിട്ട് മനസ്സിലാവുന്നത്. ആ ഈഗോയിൽ സ്നേഹത്തിൻ്റെ ആ ഒരു ഇതവിടെ മങ്ങിപ്പോകുന്നതായിട്ടാണ് കാണുന്നത്. ആ സ്നേഹത്തിൻ്റെ ഒന്നും ഇവരുടെ ഈഗോയുടെ അടുത്ത് ഒന്നും ആവുന്നില്ല. എത്ര തന്നെ നിങ്ങൾ ഇവരുടെ വിഷാണെന്ന് പറഞ്ഞാലും ഇവരൊരു തരത്തിലും വിട്ടുതരാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് മനസ്സിലാവുന്നത്. പക്ഷെ നിങ്ങളവിടെ ഒരു ക്യൂൻ ഓഫ് പെൻഡക്കിളിൻ്റെ എനർജിയിലാണുള്ളത്. അതായത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നല്ലൊരു ബാലൻസ് വരണമെന്നും പിന്നെ ഇതൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവരെന്ന് പറയുന്നത് എവിടെയും അധികം സ്റ്റേ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളിലും അധികകാലം സ്റ്റേ ചെയ്യാൻ പറ്റില്ല. എവിടെയും എല്ലായിടത്തും ഇവർക്ക് ഒരു പ്രയോറിറ്റി വേണം എന്ന് ചിന്തിച്ച് അത് ഇവർക്ക് തന്നെ സ്വയം തോന്നുന്നു എന്നെ ആരും വില കൊടുക്കുന്നില്ല എന്നുള്ളത്. മേ ബി ഇവരൊരു നാർസിസ്റ്റായ ഒരു പേഴ്സൺ ആയിരിക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇവിടെ കാണുന്നത്. കാരണം അവനവൻ ചെയ്യുന്ന തെറ്റ് അവനവന് മനസ്സിലാവുന്നില്ല. അതൊക്കെ മറ്റുള്ളവരുടെ മേലെ പഴിചാരുന്ന ഒരവസ്ഥ. ഇവരുടെ ഭാഗത്തു നിന്ന് വന്ന തെറ്റാണെങ്കിലും അത് ചൂണ്ടിക്കാണിക്കുന്നവരായിരിക്കും ഇവരുടെ കണ്ണിലെ തെറ്റുകാർ. പക്ഷേ ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷേ ആ ഒരു സ്നേഹമൊന്നും ഇവർക്ക് വേണ്ട വിധത്തിൽ നിങ്ങളോട് പ്രകടിപ്പിക്കാനോ അതല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും ഇവർക്കൊരു അറിയില്ല. ഇവർക്ക് മെച്യൂരിറ്റി ഇല്ല. മെച്യൂരിറ്റി ഉണ്ട് എന്നുള്ളത് ഇവരുടെ ഒരു പുറമേയുള്ള കാണിക്കൽ മാത്രമാണ്. ഭയങ്കര മെച്യൂർഡായിട്ട് ഇവർ പുറമേ നിൽക്കും, പക്ഷേ ഉള്ളിലെന്ന് പറയുന്നത് ഇവർ ഭയങ്കര ഇമ്മച്യൂറായിട്ടാണുള്ളത്. പിന്നെ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. ആ ഒബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യമൊന്നും ഇവർക്കില്ല. അതുതന്നെയാണ് ഇവരെ ഭയപ്പെടുത്തുന്നതും. ഇവർക്ക് ഇതിൽ സ്റ്റേ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ ഒബ്സ്റ്റക്കിൾസിനെ വിചാരിച്ച് ഇവർക്ക് ഇവിടുന്ന് മൂവ് ഓൺ ചെയ്താലോ എന്നുള്ളൊരു തോന്നലുണ്ട്. ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യമൊന്നും കാണുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഉള്ളിൽ ഭയങ്കര ഇമ്മച്വറാണ്. ഒന്നിനെയും ഡീൽ ചെയ്യാനുള്ളൊരു ധൈര്യമില്ല. പക്ഷെ പുറമേ ഇവർ ഭയങ്കരമായിട്ട് കാണിക്കും, ഞാൻ അങ്ങനെയാണ്, ഞാൻ എന്തോ സംഭവമാണെന്നുള്ള രീതിയിൽ പുറമേ ഇവർ കാണിക്കും. പക്ഷെ ആ പുറമേ കാണുന്നത് ഇവരുടെ ജസ്റ്റ് ഒരു മാസ്ക് മാത്രമാണ്. അവരുടെ ഉള്ളിലെ റിയൽ ആയിട്ടുള്ള ഒരു ഇതല്ല ഇവർ പുറമേ കാണിക്കുന്നത്. ഇവർ ഭയങ്കര ഇമ്മച്വറായിട്ടാണ് ഉള്ളിൽ ഇവർ കാണുന്നത്.
പിന്നെ ഇവർ എന്ന് പറയുന്നത് ഇപ്പോൾ സ്വയം ചിന്തിക്കുന്നുണ്ട് എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത വരുന്നുണ്ട് ഇവർക്ക്. എന്താണ് ഫാമിലി ആയിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ഡെപ്തും നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഡെപ്തും അവർ കമ്പയർ ചെയ്യുന്നുണ്ട്. ഏതിലാണ് ഇയാൾക്ക് സ്റ്റെബിലിറ്റി ഉള്ളത്, ഏതിലാണ് ഇയാൾ സ്റ്റേ ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ ഫാമിലീനെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല, അവർക്കതിൽ നിന്നേ പറ്റൂ. അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഇവരെ ഭയപ്പെടുത്തുന്നതും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതും. റെസ്പോൺസിബിലിറ്റി വിട്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർക്ക് ഭാര്യ ഉണ്ടാവാം, കുഞ്ഞുങ്ങളുണ്ടാവാം, ഹസ്ബൻഡ് ഉണ്ടാവാം, കുഞ്ഞുങ്ങളുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റെസ്പോൺസിബിലിറ്റി ഇവരിൽ ഉള്ളത് കൊണ്ട് ഒരിക്കലും ഇവർ അത് മറന്നിട്ട് ഒന്നും ചെയ്യില്ല. അതും ഇവരിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം ഒരു ഭാഗത്തുണ്ട്, കുറേ ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. എല്ലാം കൂടി ആകെ കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷമായിട്ടാണ് കാണുന്നത്. അവരുടെ മനസ്സിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. 5 ഓഫ് വോൺസ് അതും കാണിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റും 5 ഓഫ് വോൺസിൽ കാണിക്കുന്നുണ്ട്. ഈ ബന്ധത്തിൽ ഇവർ ഇപ്പോൾ ഇതാണ് ചിന്തിക്കുന്നത്. ഇവരുടെ ഫീലിങ്സ് ഇപ്പോൾ ഇതാണ്. ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. ഡബിൾ മൈൻഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഫാമിലിയും നിങ്ങളെയും വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. ഫുൾ ഇങ്ങനെയൊക്കെയുള്ള എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പൈൽ 1ൻ്റെ റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാർഡ്സ് നോക്കാം. Eight of Pentacles, 9 of Wands, Ten of Wands, Chariot, Five of Cups, Justice, King of Swords, Six of Swords, Hermit, Emperor, Two of Wands, Death, Eight of Cups, Two of Cups, Six of Cups. Bottom of the deck, the Lovers ആണ് വന്നിട്ടുള്ളത്. പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. നിങ്ങളോട് ഇപ്പോൾ ഈ വ്യക്തിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇവിടെ ഭയങ്കര ഈ ഒരു പേഴ്സണ് ഭയങ്കര ഓവർ തിങ്കിങ് ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഇവരുടെ ലൈഫിൽ ഏതോ ഒരു പാറ്റേൺ, അത് ഇവരുടെ ലൈഫിൽ നിന്ന് മാത്രമല്ല ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് 2 പേർക്കും എന്തോ ഒരു പാറ്റേൺ അവിടെ എൻഡായിട്ട് പുതിയൊരു ന്യൂ ബിഗിനിങ്ങിലോട്ടേക്ക് വരുന്ന ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ 2 പേർക്കും മുന്നേ കഴിഞ്ഞ പല കാര്യങ്ങളും ബേർഡൺ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ 2 പേരുടെയും എനർജി സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഈ വ്യക്തിക്ക് ഉള്ള ഫീലിങ്സിനേക്കാൾ ഉപരി ഇവിടെ വന്നിട്ടുള്ളത് 2 പേരുടെയും ഫീലിങ്സ് വന്നിട്ടുണ്ട്. ആ 2 പേരുടെയും ഫീലിങ്സ് സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോർമലി വരുന്നത് നിങ്ങൾക്ക് വേറൊരു ഫീലിംഗ് ആയിരിക്കും, ഈ വ്യക്തിക്ക് വേറൊരു ഫീലിംഗ് ആയിരിക്കും. അങ്ങനെ 2 മിക്സ് ആയിട്ട് വരാറുണ്ട്. പക്ഷേ ഈ സ്പ്രെഡിൽ വന്നിരിക്കുന്നത് മ്യൂച്വലാണ്. 2 പേർക്കും സെയിം ഫീലിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. 2 പേർക്കും കഴിഞ്ഞ എന്തൊക്കെയോ കാര്യങ്ങൾ 2 പേരും ബേർഡൺ ആയിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതിനെക്കുറിച്ച് 2 പേരും ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല 2 പേരും അതിൽ നിന്നും ഒരു മനഃശക്തി വീണ്ടെടുത്ത് പുതിയൊരു ഇതിലോട്ടേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇവിടെ 10 ഓഫ് വോൺസും ചാരിയറ്റൊക്കെ
കാണിക്കുന്നത് അതാണ്. പക്ഷേ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. 9 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ രണ്ടു പേരും ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. മേ ബി ഇത് ബ്രേക്കപ്പിലുള്ള ആൾക്കാരായിരിക്കാം. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും, ഇത് സ്മൂത്ത് ഗോയിങ് ആണെങ്കിലും, എന്തൊരു റിലേഷൻ ആണെങ്കിലും, ഈ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ നടന്നു പോയ നിങ്ങൾക്കിടയിൽ സംഭവിച്ച പല കാര്യങ്ങളും രണ്ടു പേർക്കും അത് രണ്ടു പേർക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. രണ്ടു പേരുടെയും മനസ്സിൽ അത് വന്ന് ബേർഡനായിട്ട് മാറുന്നുണ്ട്. അത് വെച്ച് ആ ഒരു കാര്യം വച്ചാണ് നിങ്ങൾ ഈ വ്യക്തിയോടും ഈ വ്യക്തി നിങ്ങളോടും ഡീൽ ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ അത് എന്ത് തന്നെ ആയാലും അതിൽ നിന്ന് പുറത്ത് വരാൻ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഇമോഷണലി രണ്ടുപേരും ഡിറ്റാച്ച്ഡ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റെന്തിലോട്ടേക്കെങ്കിലും ശ്രദ്ധ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ശ്രദ്ധ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് പറ്റുന്നില്ല. മീൻസ് ഇതിൽ തന്നെ ഇവരെക്കുറിച്ച് തന്നെയുള്ള ചിന്തകളാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവരെക്കുറിച്ചും ഇവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് വരുന്നത്. മറ്റെന്തിലോട്ടേക്കെങ്കിലും ഫോക്കസ് ചെയ്യാൻ മാക്സിമം അവനവന് പറ്റാവുന്നത് പോലെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ നോക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നുണ്ടാവാം. അപ്പോൾ ഏതിലും ഇവർക്ക് രണ്ടുപേർക്കും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. രണ്ടുപേർക്കും ആ ഒരു മിസ്സിങ് ഫീൽ വരുന്നുണ്ട്. പിന്നെ രണ്ടുപേർക്കും ഇവിടെ എന്തോ ഒരു തരത്തിൽ കുറ്റബോധം അനുഭവപ്പെടുന്നുണ്ട്. ഈ കുറ്റബോധം ഇവരിലാണ് കൂടുതൽ കാണുന്നത്, നിങ്ങളിലല്ല. ഇവരിലാണ് കുറ്റബോധം കൂടുതൽ കാണുന്നത്. ബാക്കി എല്ലാ ഫീലിങ്സും ഇവിടെ മ്യൂച്വലായിട്ടാണ് വന്നത്. പക്ഷേ ഇവരിൽ ഒന്ന് അധികമായിട്ട് വന്നിട്ടുണ്ട്. ആ അധികമായിട്ട് വന്നതാണ് കുറ്റബോധം. പിന്നെ രണ്ടുപേർക്കും ഇതിൽ ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും കിട്ടേണ്ട ജസ്റ്റിസ് പാർട്ട്ണർ അടുത്തുനിന്ന് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ രണ്ടുപേർക്കും ഉണ്ട്. അതാണ് ഇവിടെ ഇൻജസ്റ്റിസ് ഫീൽ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കാര്യം ആലോചിച്ച് അതിനെ വിലയിരുത്തുന്ന ഒരവസ്ഥ, അതിൽ നിന്നും പുതിയ കാര്യങ്ങൾ പിന്നെയും എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന അവസ്ഥ. പിന്നെ രണ്ടുപേരും ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ടാണ് കാണുന്നത്. മാത്രമല്ല നിങ്ങൾ സോൾമേറ്റ്, ആ ഒരു സോൾ കണക്ഷനും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു റിലേഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ സോൾ കണക്ഷനും ഉണ്ട്, പാസ്റ്റ് ലൈഫ് കണക്ഷനും ഉണ്ട്. രണ്ട് തരം ഇത് ഇവിടെ വന്നിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ കർമ്മയുണ്ടാവും. അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ചില പ്രോബ്ലംസും നിങ്ങൾക്ക് ഇതിൽ സഫർ ചെയ്യുന്നുണ്ടാവും പലരും ഈ റിലേഷൻഷിപ്പിൽ. അങ്ങനെ സഫർ ചെയ്യാനുള്ള കാരണം ഇങ്ങനെ പാസ്റ്റ് ലൈഫ് കർമ്മയുള്ളത് കൊണ്ടാണ്. സോൾ കണക്ഷൻ മാത്രമാണെങ്കിൽ ഇത് നല്ല രീതിക്ക് പോവേണ്ട ഒരു ബന്ധമാണ്. പക്ഷേ അതിനിടയിൽ പാസ്റ്റ് ലൈഫും കൂടി വന്നതുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ അവിടെ കർമ്മയുണ്ടാകും. ആ കർമ്മ തീർന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകും. അപ്പോൾ അതവിടെ തീരുന്ന ഒരു സമയമായിരിക്കാം. കാരണം ഇപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്ങിലോട്ടേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം രണ്ടുപേർക്കും ഇതിലെ ട്രൂത്ത് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. സോൾ കണക്ഷൻ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം രണ്ടുപേർക്കും ഇവിടെ മനസ്സിലാവുന്നുണ്ട്. കാരണം രണ്ടുപേരും സ്വയം വിലയിരുത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്നുള്ള. നിങ്ങൾക്കും ഇതിലൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവും, അവർക്കും എന്തോ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഈ ബന്ധത്തിന് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടൊരു ഫീൽ വരുന്നത് എന്നുള്ളത് രണ്ടുപേർക്കും ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ ബന്ധം ഒരു കണക്ഷനിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരു സ്റ്റെബിലിറ്റി ഉള്ളൊരു കണക്ഷനായിട്ട് മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം നിങ്ങളെ ആ ട്രൂത്തിലോട്ട് കൊണ്ടുവരേണ്ട ഒരു കർമ്മയായിരിക്കാം നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് എന്ന് വന്നത്. അതായത് നിങ്ങൾക്ക് തമ്മിൽ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സോൾ കണക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാനുള്ള ഒരു കർമ്മ. ഈ ഒരു സെപ്പറേഷനിലാണ് നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാവുന്നതും ഇവർ നിങ്ങളുടെ ലൈഫിൽ ആവശ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാവുന്നതും ഈ ഒരു സെപ്പറേഷനിലായിരിക്കാം. ഈ സെപ്പറേഷനിൽ ഇത് മനസ്സിലാക്കേണ്ടത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ പല പ്രോബ്ലംസും ഇന്ന് വരെയും വന്നിട്ടുള്ളത്. പ്രോബ്ലംസ് വന്നാൽ മാത്രമേ സെപ്പറേഷനിൽ പോകും. ആ സെപ്പറേഷനിൽ നിന്നാണ് ശരിക്കും നമുക്ക് റിലേഷൻഷിപ്പിൻ്റെ ക്ലാരിറ്റി എന്താണെന്ന് കിട്ടുന്നത്. അത്ര വരെയും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോൾ നമുക്ക് അവരുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല. അവർ നമ്മുടെ അടുത്തില്ലാതിരിക്കുമ്പോൾ അവരുടെ എനർജി നമുക്ക് കിട്ടാതിരിക്കുമ്പോഴാണ് നമുക്ക് അവരാരാണ് നമുക്ക് എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു സെപ്പറേഷന് വേണ്ടിയാണ് നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് ഉണ്ടായതെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ ഒരു തിരിച്ചറിവിലോട്ട് വരേണ്ട ഒരിതായിരിക്കാം പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കർമ്മ. ചിലർക്ക് അതാണ്, മറ്റു ചിലർക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള കർമ്മയായിരിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ ഈ പേഴ്സൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈഗോയിസ്റ്റിക് ആണ്. പിന്നെ
വാശിയുണ്ട്, നല്ല വാശി കാണുന്നുണ്ട്. വിചാരിച്ച കാര്യം നടക്കണം എന്നുള്ളൊരു വാശി, അതൊക്കെ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള പ്രോബ്ലം. പക്ഷേ ഈ വ്യക്തിക്ക് ഇപ്പോഴും ആ ഒരു ക്യാരക്ടറിൽ മാത്രം ചേഞ്ച് വന്നിട്ടില്ല, ക്യാരക്ടർ സെയിം തന്നെയായിട്ട് തന്നെയാണുള്ളത്. പക്ഷേ എന്തൊക്കെയോ തിരിച്ചറിവ് വന്നിട്ടുണ്ട്. തിരിച്ചറിവ് വന്നത് ക്യാരക്ടറിൽ വന്ന ചേഞ്ച് അല്ല. ആൾക്ക് ഒരു ഇതിലെന്താണ് ഇങ്ങനെയൊരു റിലേഷൻഷിപ്പിൽ ഈ ഒരു ഇൻറ്റൻസിറ്റി വരുന്നതെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. ക്യാരക്ടറൊക്കെ സെയിം തന്നെയാണ്. പിന്നെ രണ്ടുപേരും ഇവിടെ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും പറ്റുന്നില്ല. പറ്റായികയ്ക്ക് കാരണം വന്നിരിക്കുന്നത് സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. രണ്ടുപേരും എനർജറ്റിക്കലി കണക്റ്റഡ് ആണ്. അപ്പോൾ അത് ആ ഒരു കണക്ഷൻ പാസ്റ്റ് ലൈഫിൽ നിന്നേ വന്നതും കൂടിയാണ്. ഈ ജന്മം മാത്രമല്ല നിങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ ജന്മവും നിങ്ങൾ ഒന്നിച്ചുള്ളത് കൊണ്ട് എനർജി കണക്ഷൻ പാസ്റ്റ് ലൈഫ് തന്നെ നിങ്ങൾക്ക് ടച്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും ഒരു കണക്ഷൻ വരുന്നത്. പക്ഷെ പാസ്റ്റ് ലൈഫിൽ ഒരു കർമ്മ വന്നതുകൊണ്ടാണ് ഇപ്പം പ്രോബ്ലംസ് അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ നല്ല രീതിക്ക് പോകേണ്ട ഒരു ബന്ധമായിട്ടാണ് വരുന്നത്. പിന്നെ സോളിൻ്റെ ഒരു ജസ്റ്റിസും കൂടിയാണ് ഈ റിലേഷൻഷിപ്പ് ഒരു നല്ലൊരു രീതിയിലോട്ടേക്ക് പോകണം എന്നുള്ളത്. രണ്ടുപേരും ഇവിടെ അവനവൻ്റെ സെൽഫ് പ്രയോറിറ്റി ഇപ്പം നോക്കുന്നുണ്ട്. രണ്ടുപേരും അവനവന് വേണ്ട പല കാര്യങ്ങളും ഇപ്പം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മുന്നേ ചെയ്യാതിരിക്കാനുള്ള തടസ്സം റിലേഷൻഷിപ്പിൽ മാത്രം നിങ്ങൾ സ്റ്റക്കായിപ്പോയി രണ്ടുപേരും. അതുകൊണ്ട് തന്നെ അവനവന് വേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരു മറവി പോലെ വന്നിട്ടുണ്ട്. അതൊക്കെ മറന്ന് ഈ റിലേഷൻഷിപ്പിൽ മാത്രം ശ്രദ്ധ വന്ന് അതിൽ മാത്രമായിരുന്നു നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ എനർജിയും ഒക്കെ പോകുന്നത്. മറ്റൊരാളിലേക്കായിരുന്നു കംപ്ലീറ്റ് നിങ്ങളുടെ എനർജി പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളുടെ ഒരു ഡെവലപ്മെൻറ്റ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കൊരു ഗ്രോത്ത് വേണമെന്ന് ചിന്തിച്ച് നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഇത് തന്നെയാണ് ഈ ഒരു സെപ്പറേഷനിൽ വേണ്ടത്. മേ ബി ഇത് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ള ചാൻസും ഉണ്ട്. ഈ സെപ്പറേഷൻ നിങ്ങൾക്ക് സെൽഫ് ഗ്രോത്തിനുള്ള ടൈമാണ്. അപ്പോൾ ഇന്നർ ഹീലിംഗ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ട്രോമാസൊക്കെ ഹീൽ ചെയ്യപ്പെടാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഈ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഈ വ്യക്തിയായിട്ട് നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോയതെങ്കിൽ, വേണ്ടാന്ന് പറഞ്ഞ് പോയതെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകും. അതല്ല ഈ വ്യക്തിയാണ് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞ് പോയതെങ്കിൽ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം, നിങ്ങൾക്ക് വേണ്ട ആ ഒരു സെൽഫ് പ്രയോറിറ്റി ഒക്കെ കൊടുത്ത് നിങ്ങളെ കെയർ ചെയ്യുമ്പോൾ ആരാണോ ഈ റിലേഷൻഷിപ്പിൽ നിന്നും പോയത്, വേണ്ടാന്ന് പറഞ്ഞ് പോയത്, അവരാണ് തിരിച്ചു വരുന്നത്. റിട്ടേൺ വരുന്നത് അവരായിരിക്കും. നിങ്ങളാണ് പോയതെങ്കിൽ നിങ്ങൾ വരും, അവരാണ് പോയതെങ്കിൽ അവർ വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു എനർജി വന്നിട്ടുള്ളത്. രണ്ടുപേർക്കും മ്യൂച്വലാണ് ഫീലിങ്സ് ഒക്കെ വന്നിട്ടുള്ളത്. നിങ്ങളിൽ തന്നെ നോക്കി മനസ്സിലാക്കുക അവരുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ളത്. മ്യൂച്വൽ ആയതുകൊണ്ട് നിങ്ങൾക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അവരുടെ ഫീലിങ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങളിൽ ഒരു ന്യൂ ബിഗിനിങ് ഇപ്പോൾ വരുന്നുണ്ട്. അതിനോട്ടുള്ള ഒരു എൻട്രി നടക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ തന്നെ കൂടുതൽ ഫോക്കസ് കൊടുക്കുക, അവരുടെ കാര്യം വിട്ടേക്കുക. ലെറ്റ് ഗോ ചെയ്യുമ്പോഴാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. ഇതൊരു നോ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുടേതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നല്ല രീതിയിൽ പോകുന്ന ബന്ധമാണെങ്കിൽ നിങ്ങളായിട്ട് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഒരു സമയം എത്തുമ്പോൾ രണ്ടുപേർക്കും മ്യൂച്വൽ ആയിട്ടുള്ള സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സ്മൂത്ത് ഗോയിങ് ആയിട്ടും ഞാൻ ഇങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഇവിടെ പഴയ കാര്യങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് അത് ബേർഡനായിട്ട് കൊണ്ട് നടന്ന് അതിൽ വിഷമിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൽ പ്രത്യേകിച്ച് നിങ്ങളായിട്ട് ഇതിലൊന്നും ചെയ്യേണ്ട. അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, സമയം ശരിയാവുമ്പോൾ ശരിയാവും. ന്യൂ ബിഗിനിങ് നിങ്ങളിലേക്ക് വരാനുണ്ട്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രയോറിറ്റി നോക്കുക. നിങ്ങളുടെ കാര്യം എത്രത്തോളം നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.